യൂദായുടെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവർക്കയ്യോ കഷ്ടം, അവർ കായീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിച്ച് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിന്റെ 11-ാമത്തെ വാക്യം ചിന്തിക്കുകയായിരുന്നു. അവർക്ക് അയ്യോ കഷ്ടം, അവർ കായീന്റെ വഴിയിൽ നടക്കുകയും ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 2 കാര്യം ഉണ്ടായിരുന്നു. എന്താണ് കായീന്റെ വഴി? 2, എന്താണ് ബിലെയാമിന്റെ വഞ്ചന? ഈ 2 കാര്യം, അല്പം കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ ഈ വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് വന്ന് 13-ാം വാക്യം വരെ തീർക്കണം എന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ആ പ്രയോഗം 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: വോ ടു ദം ഫോർ ദേ ഹാവ് ഗോൺ ദ വേ ഓഫ് കായീൻ. അടുത്ത പ്രയോഗം ഇങ്ങനെയാണ്: കായീന്റെ വഴി. ഫോർ പേ ദേ ഹാവ് റഷ്ഡ് ഹെഡലോങ് into the error of Balaam. അതിനുശേഷം ആൻഡ് പെരീഷ്ഡ് ഇൻ ദ റെബല്യൻ ഓഫ് കോര. അവിടുത്തെ ആ പ്രയോഗങ്ങൾ കണ്ടോ? ആദ്യം കായീന്റെ വഴി, ഒരു സ്ലോ സ്റ്റാർട്ടിനെയാണ് കാണിക്കുന്നത്. അതിനുശേഷം ദേ ആർ റഷ് ഹെഡലോങ് ഇൻടു ദ, അവിടുത്തെ വാക്ക് കണ്ടോ? ഇൻടു ദ എറർ ഓഫ് ബാലാം. ആ സ്ലോ മൂഡിൽ നിന്ന് അവര് ബിലെയാമിന്റെ നാശത്തിലേക്ക് പാഞ്ഞടുക്കുകയാണ്. അതാണ് അതിന്റെ അർത്ഥം. മലയാളത്തിൽ അങ്ങനെ ഒരു ആശയം നമ്മളവിടെ കാണുന്നില്ല. ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും എന്നാണെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് വളരെ വേഗത്തിൽ ആ ബിലെയാമിന്റെ വഞ്ചനയിലേക്ക് അവർ ഓടുന്നു. നോക്കിയേ, ഒരു സ്ലോ സ്റ്റാർട്ടായിരുന്നു. അതിനുശേഷം അത് വളരെ ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നു. അതിന്റെ ആ എസ്കലേഷൻ നിങ്ങൾ നോക്കിയേ. ഫൈനലി നമ്മളവിടെ കാണുന്നത് ദേ പെരീഷ് ഇൻ ദ റെബല്യൻ ഓഫ് കോര. കണ്ടോ? അതിന്റെ ഒരു എസ്കലേഷൻ നിങ്ങൾ കണ്ടോ? എപ്പോഴും തെറ്റായി വചനം പഠിപ്പിക്കുന്ന ആളുകൾ, തെറ്റായി വചനം പഠിപ്പിക്കുന്നത് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, അവര് ഒരു സ്ലോ മൂഡിലായിരിക്കുകയില്ല, അവരുടെ അവസാനം നാശത്തിലേക്കായിരിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ് പഴയ നിയമത്തിൽ അപ്പോസ്റ്റസി ആയിട്ട്, അപ്പോസ്റ്റേറ്റ് ആയിട്ടുള്ള 3 ആളുകളുടെ ഉദാഹരണം എടുത്ത് യൂദ വളരെ ക്ലിയർ ആയിട്ട് ആ കാര്യം പറയുകയാണ്. എത്ര സീരിയസ് ആയിട്ടാണ് യൂദ ആ കാര്യം പറയുന്നത് നോക്കിയേ. കായീന്റെ വഴി, 2 കാര്യമാണ് കായീന്റെ വഴിയിലുള്ളത്. ഒന്ന്, കായീൻ ഫോൾസ് വർഷിപ്പർ ആണ്. ദൈവം അവരോട് പറഞ്ഞൊരു പ്രമാണം ഉണ്ടായിരുന്നു. ആ പ്രമാണം അനുസരിച്ച് കായീൻ ദൈവത്തെ ആരാധിച്ചില്ല. ഹി ഇൻവെന്റഡ് ഹിസ് ഓൺ വേ ടു വർഷിപ്പ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ എന്നാന്നറിയാമോ? വിശുദ്ധ തിരുവെഴുത്തിനകത്ത് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട് വേദപുസ്തകത്തിനകത്തുള്ളപ്പോൾ നമ്മൾ മറ്റൊരു നിലയിൽ മറ്റൊരു കാര്യങ്ങൾ കണ്ടുപിടിച്ച് ആ നിലയിൽ നമ്മുടേതായ വഴികളിൽ ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും പോയി കഴിഞ്ഞാൽ അത് കായീന്റെ വഴിയാണ്. അത് ദൈവത്തിന് പ്രസാദകരമായ കാര്യമല്ല. അതാണ് കായീന്റെ വഴിയിലെ 1-ാമത്തെ കാര്യം. 2, അദ്ദേഹം ഫോൾസ് വർഷിപ്പർ ആണെന്ന് മാത്രമല്ല, ട്രൂത്തായിട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഏതൊരുവന്റെയും ശത്രുവായിരിക്കും കായീൻ. ഞാൻ ആ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നോ?
എന്താ അതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നതെന്ന് പറയാം. കയീനെ പറ്റി നമ്മൾ വായിക്കുന്ന വേദഭാഗത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ദൈവം കൊടുത്ത ആ നോളജിനനുസരിച്ച് യാഗമർപ്പിക്കാനായിട്ട് പോയ ഹാബേലിനെ കൊന്നു. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം, ഫോൾസ് ടീച്ചേഴ്സ് ആർ ഓൾവേസ് എഗെയിൻസ്റ്റ് ട്രൂത്ത് ടെല്ലിംഗ് പീപ്പിൾ. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാവുന്നോ? എനിക്ക് പേരെടുത്ത് പറയാൻ ആളുകൾ എന്റെ മനസ്സിനകത്തുണ്ട്. നമ്മുടെ ഇടയിലെ പല പ്രീച്ചേഴ്സും ദൈവവചനം പറയുന്നവർക്കെതിരാണ്. നിങ്ങൾ ഇനി നോട്ടീസ് ചെയ്താൽ മതി, സത്യസന്ധമായി ബൈബിൾ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നവർക്ക് നമ്മുടെ ഇടയിലെ ലീഡേഴ്സും നമ്മുടെ ഇടയിലെ പേര് കേട്ട പ്രീച്ചേഴ്സ് പോലും എതിരാണ്. അവരോട് തിരുവെഴുത്തിന് പറയാനായിട്ടുള്ളത്, നിങ്ങൾ യു ആർ ഇൻ ദ വേ ഓഫ് കയീൻ. അത് വളരെ സീരിയസ് ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? വചനപ്രകാരമാണോ? അത് റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ദ സ്ക്രിപ്ചർ ആണോ? അതോ നമ്മൾ നമ്മുടേതായ ഒരു ഇൻവെൻഷൻ നടത്തുകയാണോ? ദൈവവചനം വളരെ സത്യസന്ധമായിട്ട് പ്രസംഗിക്കുന്ന ആ ട്രൂത്ത് ടെല്ലിംഗ് പ്രീച്ചേഴ്സിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അതോ അവരോട് നമ്മൾ എതിരാണെങ്കിൽ നമ്മൾ കായീന്റെ വഴിയിലാണ്. കായീന്റെ വഴിയിലേക്ക് പോകുന്നവർ ഓർക്കുക, അവരടുത്ത സ്റ്റെപ്പ് ഫാസ്റ്റ് ആയിട്ട് ബിലയാമിന്റെ എററിലേക്കാണ്. അത് പിന്നീട് ചെല്ലുന്നത് വളരെ നാശത്തിലേക്കാണ്. കായീന്റെ വഴി രണ്ട് കാര്യം ദൈവസഭയിലെ ആരും മറന്നു പോകരുത്. മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന ഒരാൾ പോലും മറന്നു പോകരുത്. എന്താണ് ദ വേ ഓഫ് കായീൻ? രണ്ടാമത്തേത് ദ എറർ ഓഫ് ബാലാം. എന്താ? ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചായിരുന്നു. ബാലാമിന്റെ ഒരു പ്രത്യേകത, അവിടെ ബാലാമിനെ ഹയർ ചെയ്യുകയാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രവാചകനെ ഹയർ ചെയ്യാൻ പറ്റുമോ? നമ്മളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ബോർഡ് കണ്ടിട്ടുണ്ട്, ഹയറിങ് എന്നല്ലേ. ഇവിടെ ഈ ഹയറിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ബാലാം ഈസ് അവൈലബിൾ ഫോർ ദ ഹയസ്റ്റ് ബിഡർ. ആരാണോ കൂടുതൽ പൈസ കൊടുക്കുന്നത് അതനുസരിച്ച് പറയാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ബാലാം. മനസ്സിലാവുന്നോ? ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാർ ഒത്തിരി ഉണ്ട്. നിങ്ങൾ എത്രമാത്രം ഇതിനെപ്പറ്റി സീരിയസ് ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കൂടുതൽ യു ഗീവ് ഹിം ദ മണി, യു വിൽ ഗെറ്റ് ദ പ്രൊഫസി വാട്ട് യു വാണ്ട്. നമ്മുടെ ഇടയിൽ ഇല്ലേ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെയൊക്കെ ദൈവം കൊടുത്ത ഈ കൃപാവരത്തെ തെറ്റായ നിലയിൽ ഉപയോഗിക്കുന്ന ഒരു വലിയ സംഘം നമ്മുടെ ഇടയിലുണ്ട്. ബാലാമിനെ പറ്റി തിരുവെടുത്ത് നമ്പേഴ്സിലാണ് നമ്മൾ വായിക്കുന്നത്. 22, 23, 24, 25 and 35. അവിടെ എല്ലാം പണം കൊടുത്താൽ, അവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോബാബ്, ദ കിങ് ഓഫ് മോബാബ് വാസ് ബാലാക്ക്. അദ്ദേഹം മോബാബ് എന്നുള്ളത് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. ഇവര് ഇസ്രയേല് കനാനിലേക്ക് കയറാനായിട്ട് വരുമ്പോൾ അതിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഈ മോവാബ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ കിങ് ആണ് ബാലാക്ക്. ആ ബാലാക്ക് ആ ജനങ്ങളും വളരെ സൂപ്പർസ്റ്റീഷ്യസ് ആയിരുന്നു. കാരണം എന്നാ? ബിലയാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവരെ ഒന്ന് ശപിക്കണം, അത്രയും മതി, ശാപവാക്ക് പറഞ്ഞാൽ തന്നെ പണം കിട്ടും. അതാണ് ഇവിടുത്തെ ഇടപാട്. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ പേടിയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഇന്നും ഉണ്ട്. കണ്ടോ, ആ വ്യക്തിയെ പറ്റി ഒന്നും പറയരുത്, വല്ലോ ശപിച്ചു കളയുമെന്നൊക്കെ പറയുന്ന ആളുകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒന്നും ഇല്ല. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ, if we are truly born again, we are not under the curse. No one can curse upon you. അതെപ്പോഴും ഓർത്തോണം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്നാ വാക്യം അല്ലേ? അങ്ങനെങ്കിൽ രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാം കർത്താവിനെ സ്നേഹിച്ചവരാണ്, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ കാര്യം മറന്നു പോകരുത്. ഇവിടെ ബിലയാം ആ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് കൊണ്ട് പറയുകയാണ്, അവരെ ഒന്ന് ശപിക്കണം. ഈ ബാലാക്ക് പറയുകയാണ് ബിലയാമിനോട്. അങ്ങനെങ്കിൽ ബിലയാം രണ്ട് കാര്യം നമ്മളെ പഠിപ്പിക്കണം. എന്താണ് ബിലയാമിന്റെ എറർ? രണ്ട് കാര്യം തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ബാലാം റെപ്രസെന്റ് ടു തിങ്സ്.
ഫസ്റ്റ് വൺ, ദ കവച്ചസ്നെസ് ഓഫ് false teachers. എല്ലാ തെറ്റായ ഉപദേശകന്മാരും പണക്കൊതിയന്മാരാണ്. പീറ്റർ തന്റെ ലേഖനത്തിൽ ദൈവസഭയിലെ മൂപ്പന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ദുരാഗ്രഹികളാകരുത്. വളരെ ക്ലിയർ ആണ്. ടൈറ്റസിന്റെ എപ്പിസൽസിനകത്തും തിമത്തിക്ക് പോൾ എഴുതുമ്പോഴും എൽഡേഴ്സിനെ പറ്റി പറയുമ്പോൾ വെരി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പണമോഹികൾ ആകാനായിട്ട് പാടില്ല. നോക്കൂ, അങ്ങനെങ്കിൽ ഫോൾസ് ടീച്ചേഴ്സ് ആയ ബിലിയാമിന്റെ റെപ്രസെന്റേറ്റീവ്സിന്റെ ഒന്നാമത്തെ പ്രശ്നം, they are covetous, they are covetousness of false teachers. Bileam is representing that kind of teachers. The second one, ബിലെയാം, കായീന്റെ പ്രത്യേകത എന്നാന്നറിയാമോ? കായീൻ സ്വന്തമായിട്ട് മാത്രമേ പാപം ചെയ്തുള്ളൂ, ആരിലേക്കും ആ ഇൻഫ്ലുവൻസ് ഉണ്ടായില്ല. എന്നാൽ ബിലെയാമിന്റെ പ്രത്യേകത, ദിസ് അപ്പോസ്റ്റേറ്റ് ഹു ഇൻഫ്ലുവൻസ് അതേഴ്സ് ടു സിൻ, ഒരു ക്രൗഡിനെ മൊത്തം ബാധിക്കുകയാണ്. ഡിഡ് യു സീ ദ എസ്കലേഷൻ ഓഫ് ദെയർ അപ്പോസ്റ്റസി? കണ്ടോ? അങ്ങനെങ്കിൽ ഇന്നത്തെ ഫോൾസ് ടീച്ചേഴ്സ് അവര് പണമോഹികളാണെന്ന് മാത്രമല്ല, ജനത്തെ ഇമ്മോറാലിറ്റിയിലേക്ക്, ഇൻസബോർഡിനേഷനിലേക്ക്, ഇറവറന്റ് ആയിട്ടുള്ള ചിന്താഗതിയിലേക്ക് അവരെ നയിക്കുന്നു. നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നാണ് തിരുവെടുത്ത് പറയുന്നത്. അതാണ് ബിലെയാമിന്റെ ആ തെറ്റ്. അടുത്തൊരു പ്രത്യേകത കൂടെ അവിടെ ഉണ്ട്, കോരഹിന്റെ മത്സരം. ഈ കോരഹിന്റെ മത്സരത്തിലും രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവിടെ ലിറ്ററലി ദ പെരീഷിംഗ് ഓഫ് റെബല്യൻ ഓഫ് കോര. The word rebellion is an interesting word. The Greek root for that word is antilogia. Antilogia means against the word. അതാണ് ഇത്. ആന്റിലോഗിയ എന്ന പദമാണ് റെബല്യൻ എന്ന പദത്തിന് ഒറിജിനലി ഉപയോഗിച്ചേക്കുന്നത്. ആ ആന്റിലോഗിയ എന്ന പദത്തിന്റെ അർത്ഥം എഗെയിൻസ്റ്റ് ദ വേർഡ്. അങ്ങനെങ്കിൽ കോരഹിന്റെ മത്സരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? കോരഹിന്റെ ഒന്നാമത്തെ തെറ്റ്, he was against the oracle of God. രണ്ടാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്പേഴ്സ് 16 അധ്യായത്തിനകത്താണ്. ഞാൻ അവിടെ ഒരു വാക്യം നിങ്ങളെ ഇത് വായിച്ച് കേൾപ്പിക്കാം. സംഖ്യാപുസ്തകം 16 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ് അതിന്റെ പ്രധാന കാര്യം. സംഖ്യാപുസ്തകം 16 അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിനകത്ത് ദൈവാത്മാവ് ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്, കോരഹ് മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്തെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു. എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോരഹ് ഒരു ലേവി ട്രൈബിലുള്ളയാളാണ്. ആ ലെവൈറ്റായ കോരഹിന് പുരോഹിത ഗണത്തിൽ അവിടെ ആ സ്ഥാനം ലഭിക്കുന്നില്ല. അതാണ് അവിടുത്തെ പ്രധാന ഇഷ്യൂ. പുരോഹിത ഗണത്തിൽ സ്ഥാനം ലഭിക്കാതെ പോയത് കൊണ്ട് മോശയ്ക്കും അഹരോനും എതിരായി ബിലെയാമും കോരഹും ദാഥാനും അബീനാദാബും, അവിടെ നമ്മൾ കാണുന്ന ആ 3 പേര്, ദാഥാൻ, അബീരാം ആൻഡ് കോര, they were against the word and they were against Moses. ഞാൻ ആ പറഞ്ഞ 2 കാര്യം കിട്ടിയോ? ഞാൻ ഈ രണ്ട് കൊണ്ടുവരാനായിട്ടുള്ള കാര്യം, കായീൻ 2 കാര്യത്തിലാണ് എറർ, ബിലെയാം 2 കാര്യത്തിലാണ് എറർ, അതുപോലെ കോരഹും 2 കാര്യത്തിലാണ് എറർ. ഒന്ന്, they are against the word. Second, they are against the spiritual leadership appointed by God. 2 കാര്യം ഞാൻ അല്പം ഒന്ന് വിശദമാക്കിയിട്ട് എനിക്ക് ഈ വളരെ പ്രധാനപ്പെട്ട താഴോട്ടുള്ള വാക്യങ്ങൾ ഒന്ന് വിശദീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കോരഹിന്റെ ഫ്രണ്ട്സും കോരഹൂടെയും പറയുന്ന കാര്യം എന്നാന്നറിയാമോ? ഞങ്ങൾ എല്ലാവരും, we all are holy, we don't have to listen to Moses, each one of us equal to Moses. നിങ്ങൾ അതിന്റെ അർത്ഥം എന്നാന്ന് മനസ്സിലായോ?
ഞങ്ങളെല്ലാവരും വിശുദ്ധരാണെന്ന് പറയാനായിട്ടുള്ള കാരണം, കോരഹ് പറയുക, ഞങ്ങളെല്ലാവരും വിശുദ്ധരാണ്, ഞങ്ങളെല്ലാവരും മോശയെ പോലെയാണ്, ഞങ്ങൾക്കൊരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്കൊരു പുരോഹിതന്റെ ആവശ്യമില്ല. അങ്ങനെ ദൈവം കൊടുത്ത ആത്മീയ ലീഡർഷിപ്പിനെതിരെ ഇവര് നിലനിൽക്കുകയാണ്. അങ്ങനെങ്കിൽ ദൈവമക്കളോട് ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയട്ടെ, അപ്പോസ്റ്റേറ്റ് ആയിട്ടുള്ള പ്രീച്ചേഴ്സ്, അവര് they are against the word of God. അവർ ദൈവവചനത്തിനെതിരായിരിക്കും. ആന്റിലോകിയ, അവർ ദൈവവചനം പറയുന്നതിനോടെതിരായിരിക്കും. അവര് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഉദാഹരണം പറയാം. അവർ ഈ ദൈവവചനം പറയുന്നവരെ പറ്റിയൊക്കെ പറയും, അവരൊക്കെ ഭയങ്കര പരീശന്മാരാന്നൊക്കെ പറഞ്ഞു കളയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കോരഹിന്റെ നാശത്തിലേക്ക് പോകുന്നവരാണ്. ദൈവവചനത്തിന് അവരെതിരാണ്. രണ്ട്, ദൈവവചനം ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ച ശുശ്രൂഷകന്മാർക്കും അവരെതിരായിരിക്കും. ജനത്തിന്റെയും ദൈവത്തിന്റെയും നടുവിൽ നിന്ന് ദൈവാലോചന പറയാനായി ദൈവമേൽപ്പിച്ച മോശയ്ക്കും അഹരോനും ദൈവമേൽപ്പിച്ച പുരോഹിതന്മാർക്കും ആ കോരഹും കൂട്ടരും എതിരായതുപോലെ അപ്പോസ്റ്റേറ്റ് ആയിട്ടുള്ള ആളുകൾ സത്യം പറയുന്ന, ദൈവവചനം പറയുന്ന, ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് അവരെതിരായിരിക്കും. മനസ്സിലാവുന്നോ? നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള ആളുകൾ വളരെ അധികം ഉണ്ട്. ഇത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം, സഭ ഒരു അപ്പോസ്റ്റേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം ദൈവജനം മറന്നു പോകരുത്. വെരി സീരിയസ് ആയിട്ട് എടുക്കണം. ഇവിടെ കോരഹ് പറയുന്ന ന്യായം, ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ മോസസ്. കാരണം എന്താ? വി ഓൾ ആർ ഹോളി പീപ്പിൾ, വി ഡോണ്ട് വാണ്ട് എ മീഡിയേറ്റർ. ഞങ്ങൾക്കൊരു ലീഡർ വേണ്ട, മീഡിയേറ്റർ വേണ്ട, ഞങ്ങൾക്കൊരു ടീച്ചർ വേണ്ട. ദ ഫോൾസ് ടീച്ചേഴ്സ് ഓൾവേസ് അറ്റാക്കിംഗ് ട്രൂത്ത് ടെല്ലിംഗ് സ്പിരിച്വൽ ലീഡേഴ്സ്. നമ്മുടെ ഇടയിൽ നിങ്ങൾ ആത്മാർത്ഥത്തോടെ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ യോഗങ്ങളിൽ, നമ്മുടെ കോൺഫറൻസുകളിൽ ജെനുവിനായിട്ട് വചനം പറയുന്ന അറിയപ്പെടാത്ത എത്രയോ ശുശ്രൂഷകന്മാര് ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട്. അവർക്കൊരു സ്ഥാനം നമ്മുടെ ഇടയിൽ ഇല്ല. കാരണം എന്നാന്നറിയാമോ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കോരഹിന്റെ നാശത്തിലേക്ക് നമ്മൾ കുതിച്ചു ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ആ ആ നാശത്തിന്റെ എസ്കലേഷൻ നോക്കിയേ. കായീന്റെ വഴിയിൽ കായീൻ ഒറ്റയ്ക്കായിരുന്നു. ബിലയാമിന്റെ വഞ്ചന ഒരു ഗ്രൂപ്പിനെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ കോരഹിന്റെ നാശമായപ്പോഴത്തേക്കോ കോരഹ് ഇതിന് നേതാവായി നിന്ന് ഓൾമോസ്റ്റ് 15,000 ആളുകൾ ആ പ്ലേഗിൽ നശിച്ചു പോവുകയാണ്. എങ്ങനെയാണ് അതിന്റെ എസ്കലേഷൻ? ഞാൻ ഇങ്ങനെ പറയാം, ഡു യു സീ ഹൗ ദിസ് തിങ്സ് എക്സ്കലേറ്റ്? Cain, one person, got his own religion. Balaam gets many people seduced, and here we can see a rebellion of Korah. 15,000 people died in that plague. അങ്ങനെങ്കിൽ ഒരാൾ ഇതിനെപ്പറ്റി, ഈ 3 വ്യക്തികളെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, they are the trinity of apostate. ശരിയല്ലേ? ഇത്രയും മനോഹരമായിട്ട് ഈ അപകടത്തിന്റെ സീരിയസ്നെസ് പറയാൻ പഴയ നിയമത്തിൽ ഒരു ഉദാഹരണവും ഇല്ല. അങ്ങനെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന ആരും ദൈവവചനത്തിലെ ആ പ്രമാണം വിട്ടുപോയാൽ നമ്മൾ കോരഹിന്റെ ആ നാശത്തിലേക്ക് ചെന്ന് ഭൂമി പിളർന്ന് നമ്മളെ വിഴുങ്ങിക്കളയുന്ന ആ നിത്യനാശത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു മനുഷ്യൻ പോലും അങ്ങനെ ഒരു ജീവിതം നയിക്കരുത്. പാറസ്ഥലത്ത് വീണ വിത്ത് പോലെയുള്ള ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ മാനസാന്തരപ്പെടണം, മടങ്ങി വരണം. ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിന് സ്പേസ് ഉണ്ടാകണം എന്ന് ദൈവാത്മാവി വചനത്തിലൂടെ നമ്മളോട് ഓർപ്പിക്കുക.
നമുക്കൊരു പെരിഫറലായിട്ട് പോകാം. നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചിന്തിച്ചു നോക്കിയേ, കായിന്റെ വഴിയാണോ അതോ പ്രമാണപ്രകാരമാണോ? നമ്മൾ ബിലയാമിന്റെ വഞ്ചനയിലാണോ? കവച്ചസാണോ നമ്മൾ? അതോ നമ്മൾ ആത്മീയരല്ലാത്തതുകൊണ്ട് ആരാ ഇവിടെ എത്ര വലിയ ആത്മീയൻ എന്ന് പറഞ്ഞ് ജനത്തെയും പാപത്തിലേക്ക് നയിക്കുന്നവരാണോ? കോരഹിന്റെ ഡിസ്ട്രക്ഷൻ, ആ ഡിസ്ട്രക്ഷനിലേക്ക് നമ്മൾ പോയി അനേകരെ നാശത്തിലേക്ക് വിടുകയാണോ? ഞാന് വെളിപ്പാട് പുസ്തകം ബുക്ക് ഓഫ് റെവലേഷൻ വായിച്ചപ്പോൾ ഞാൻ ദൈവം അനുവദിച്ചാൽ ഒരു മാസം കഴിയുമ്പോൾ പ്രസംഗിക്കാം 7 സഭകളെ പറ്റി. ഞാൻ അതിനെപ്പറ്റി ആധികാരികമായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എഫെസോ സഭയോടുള്ള ദൈവത്തിന്റെ ആലോചനയ്ക്കകത്തൊരു വാക്കുണ്ടായിരുന്നു, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടണം. അതിനകത്ത് മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിലവിളക്കിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്നെ എടുത്തു കളയും എന്ന് ദൈവാത്മാവ് യോഹന്നാനിലൂടെ പറയുകയാണ്. നിങ്ങൾ ആ ഭാഗം അത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമോ, ആ എഫെസോസ് ചർച്ച് മാനസാന്തരപ്പെട്ടില്ലെന്നുള്ളതിന്റെ തെളിവാണ് അടുത്ത ജനറേഷനിൽ എഫെസോസിൽ ചർച്ചില്ലായിരുന്നു. കഴിഞ്ഞ 2000 വർഷമായിട്ട് അവിടെ അന്നത്തെ സഭയുടെ റൂയിനല്ലാതെ അവിടെ ദൈവമക്കൾ ഇല്ലാതായിപ്പോയി. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അവര് മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ സിയാറ്റിലുള്ള ഈ അമേരിക്കയുടെ പല ഭാഗത്തും താമസിക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോടും ഇതേ സന്ദേശമാണ് പറയാനായിട്ടുള്ളത്. നമ്മൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിലവിളക്കിന്റെ സ്ഥാനത്ത് നിന്ന് ലോക്കൽ സഭകളെ കർത്താവ് എടുത്തു കളയും. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, അവൻ അവരെ സൂക്ഷിക്കുമെന്നും വീഴാതെ വണ്ണം തന്റെ മഹിമാസന്നിധിയിൽ നിർത്തുമെന്നും ദൈവത്തിനറിയാം. പക്ഷെ നമ്മുടെ ലോക്കൽ ചർച്ചുകൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അടുത്ത ജനറേഷനിൽ ആ ചർച്ച് ഉണ്ടാകുകയില്ല. ഈ രാജ്യം അതിന് സാക്ഷിയാണ്. വെരി സീരിയസ്. ഇവിടെ Cain, the prototype pioneer of apostate. Balaam, who extended apostasy from one person to many. Korah, who took apostasy the largest level, engulfing the most people and bringing about a rebellion that attempted literally to overthrow all that God has established by way of authority among his people. 3 of them are immoral. 3 of them are insubordinate. 3 of them are irreverent. പ്രിയപ്പെട്ടവരെ, ഇവരെ പറ്റിയാണ് വേഴ്സ് 11 എങ്ങനെ ആരംഭിക്കുന്നത്? Woe to them. കായിനെ പറ്റിയോ ബിലയാമിനെ പറ്റിയോ കോരഹിനെ പറ്റിയല്ല ഇവിടെ വായിക്കുന്നത്. അവർ കയ്യോ കഷ്ടം. ആരാ അവര്? ബൈബിൾ തെറ്റായി പഠിപ്പിക്കുന്നവർ, ജനത്തെ വചനത്തിന്റെ സീരിയസ്നെസ്സിൽ നിന്ന് അകറ്റുന്നവർ, ജനത്തെ പണത്തിലേക്ക് കൊണ്ടുപോകുന്നവർ, ജനത്തെ ലോകത്തിലേക്ക് നയിക്കുന്നവർ, ഹോളിനെസ്സിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന്, ആത്മീയത്തിൽ നിന്ന്, സീരിയസ് ആയ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് ജനത്തെ വഴിതെറ്റിക്കുന്ന പ്രീച്ചേഴ്സിനോട്, അവരുടെ പഠിപ്പിക്കലുകളിൽ വഴിതെറ്റിപ്പോകുന്നവരോട് വചനം പറയുകയാണ്, നിങ്ങൾ കയ്യോ കഷ്ടം. ഓ ടു ദം. ആരാ അവർ? കയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഇവിടെ പറയുന്ന ആരാരാണ്? വാസ്തവത്തിൽ ഈ വോ ടു ദം ഈസ് ദ ഡിക്ലറേഷൻ ഓഫ് ഡാമിനേഷൻ. ശരിയല്ലേ? അയ്യോ കഷ്ടം. ഐശയ്യാ പ്രവാചകന്റെ പുസ്തകം ചാപ്റ്റർ 5, ഐശയ്യാ ചാപ്റ്റർ 5 ഈസ് റിപ്പീറ്റിംഗ് വോ ടു ദം, വോ ടു ദം, വോ ടു ദം. ദാറ്റ് ഈസ് ദ ഡിക്ലറേഷൻ ഓഫ് ഡാമിനേഷൻ. If you are not following the truth of the scripture, if you are not interpreting the right way of the interpretation, the principle of the interpretation, if you are seducing the people into error, finally you will reach the destruction. ഒരിക്കലും ഉണ്ടാകരുത്. ജനം പ്രസാദിച്ചില്ലെങ്കിലും ദൈവം പ്രസാദിക്കണം. അത് പാട്ട് പാടുമ്പോഴാണേലും പ്രസംഗിക്കുമ്പോഴാണെങ്കിലും എന്തിടപാടിലാണേലും ദൈവം പ്രസാദിക്കണം, ദൈവം പ്രസാദിക്കണം. മറ്റൊന്നും ലീസ്റ്റ് കാര്യമാണ്. അതൊന്നും നമ്മുടെ ആത്മീയതയെ ബാധിക്കുന്ന കാര്യമല്ല. മനസ്സിലാവുന്നോ? ദൈവം പ്രസാദിക്കണം. അങ്ങനെങ്കിൽ ഇവിടെ അവർ കയ്യോ കഷ്ടം, അവരാരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ?
പാറമേൽ വീണ മുള്ളിന്റെ ഇടയിൽ വീണ വിത്ത് പോലെയുള്ള പേര് ക്രിസ്ത്യാനിയായ ഒത്തിരി എണ്ണം നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ഇവിടെ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് ചെയ്യാം. അതായത് ഞാൻ ആശ്രയിച്ച് പറഞ്ഞൊരു വാക്കാണെന്ന് അറിയത്തില്ല. ഈ നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ ആം ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ ഈ പഠനം ഈ എപ്പിസോഡ് പഠിക്കാനായിട്ട് പുസ്തകങ്ങളൊക്കെ മേടിച്ച് വായിച്ചപ്പോൾ അതിനകത്ത് കണ്ട ഒരു വാചകം ഇതാണ്. ഞാനിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. അതിനകത്ത് ഒരു വാചകം ഇതാണ്: the apostate, they exchanged the way of Christ for the way of Cain. The apostate exchanged the truth of Christ for the error of Balaam. The apostate exchanged the life of Christ for the destruction of Korah. They are just against the grain of everything Christ came to do. He is the way, He is the truth, and He is the life. But apostate choose the way of Cain over the way of Christ, the error of Balaam over the truth of Christ, and the destruction of Korah over the life of Christ. No wonder woe is pronounced upon them. Got it? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നെന്നാ യേശു പറഞ്ഞത്. പക്ഷെ അവർക്ക് കർത്താവിന്റെ വഴി വേണ്ട, കായിന്റെ വഴി മതി. അവർക്ക് കർത്താവിന്റെ സത്യം വേണ്ട, ബിലയാമിന്റെ എററ് മതി. അവർക്ക് കർത്താവ് നൽകുന്ന ജീവൻ വേണ്ട, കോരഹിന്റെ നാശം മതി. Woe to them. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഈ നിലയിൽ ക്രിസ്ത്യാനിറ്റിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ നിലയിൽ ബൈബിൾ സ്റ്റഡി ഗൗരവമായിട്ട് സ്വീകരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ ദൈവവചനത്തിന്റെ ആ സത്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിൽക്കണം. ഇതല്ലാതെ വേറൊരു വെളിപ്പാട് നമുക്കില്ല. ഇതാണ് നമ്മുടെ നിത്യജീവന് വേണ്ട എല്ലാ കാര്യം. വോ അൻഡുതം. ഇതനുസരിക്കാത്തവർക്ക് കായിന്റെ വഴിയിലാണോ നമ്മൾ നോക്കിയാൽ നമ്മൾ വചനത്തിന്റെ വഴിയിലല്ലെങ്കിൽ നമ്മൾ കായിന്റെ വഴിയിലാണ്. നമ്മൾ യേശുവിന്റെ ജീവനിലല്ലെങ്കിൽ നമ്മൾ കോരഹിന്റെ നാശത്തിലാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ലോകത്തിലെല്ലാ കാര്യവും കോംപ്രമൈസ് ചെയ്തു, ആത്മീയത കോംപ്രമൈസ് ചെയ്യരുത്. ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, അവർക്ക് അയ്യോ കഷ്ടം. ഞാൻ പറയുന്ന വാക്യങ്ങൾ നോക്കണം. വേഴ്സ് 5, 6, 7, 10, 13, 14, 15. ഇവിടെ എല്ലാം the punishment is waiting for the apostate. The punishment is waiting for the apostate. Verse 4, they were long beforehand marked out for condemnation. അവർക്കുള്ള ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. എങ്ങനാ? ഇസ്രയേലിന് ഭവിച്ചതുപോലെ, ദൂതന്മാർക്ക് ഭവിച്ചതുപോലെ, സോദോമിനും ഗോമോറയ്ക്കും ഭവിച്ചതുപോലെ, ഹാനോക്കിന്റെ കാലത്ത് ഹാനോക്ക് പ്രവചിച്ചതുപോലെ അവരുടെ അവസാനം നാശം. അവരുടെ അവസാനം നാശം. ഇതാണ് ദിസ് ഈസ് ദ കൾമിനേഷൻ ഓഫ് അപ്പോസ്റ്റേറ്റ്. ക്ലിയർ ആയോ? എനിക്ക് അത്രയും പറയാനേ സമയമുള്ളൂ. അങ്ങനെങ്കിൽ നമ്മൾ ചിന്തിച്ചത് 3 cases of apostate, 3 conduct of apostate, 3 companies of apostate. ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് കണ്ടന്റ് ഫോർ ദ ഫെയ്ത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നോ? ഇതുകൊണ്ടാണ് നിങ്ങളുടെ എന്താ പറയാ, ആ വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് പറഞ്ഞതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? ഈ നിലയിൽ വചനത്തെ തെറ്റിക്കുന്ന, അതിന്റെ സീരിയസ്നെസ് തെറ്റിക്കുന്ന അനേക ആളുകൾ എഴുന്നേക്കും. ഞാൻ എപ്പോഴും റിഫോർമേഷനെ പറ്റി പറയുമല്ലോ. അന്ന് ആ വിശുദ്ധന്മാര് ജീവൻ പണയം വെച്ച് പറഞ്ഞ കാര്യമാണ് സോളാ സ്ക്രിപ്റ്റുറ, സ്ക്രിപ്ചർ അലോൺ ഈസ് ദ ഇൻഫാലിബിൾ അതോറിറ്റി. അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതണം, നെറ്റിപ്പട്ടത്തിൽ എഴുതണം. സ്ക്രിപ്ചർ അലോൺ ഈസ് ദ ഇൻഫാലിബിൾ അതോറിറ്റി. എന്ത് പറഞ്ഞാലും തിരുവെഴുത്തിലുണ്ടെങ്കിൽ മാത്രം ആമേൻ പറയാവുള്ളൂ. ഇല്ലെങ്കിൽ ദൈവമക്കള് ആമേൻ പറയരുത്. അത്ര ഞാനിപ്പോ പറയുന്നത്. ആമേൻ പറയരുത്.
നീ നോക്കിയേ, ഇനി 3 threes കഴിഞ്ഞു. നൗ ജൂഡ് ഈസ് റൈറ്റിംഗ് അനദർ സ്റ്റൈൽ. എങ്ങനെ വരുന്നത് നോക്കിയേ, വേഴ്സസ് 12 and 13. 5 കാര്യമാണ്, 5 analogies from the realm of nature. 5 analogies from the realm of nature. അല്ലെങ്കിൽ മറ്റൊരു ഹെഡിങ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ റെക്കഗ്നൈസിങ് ഫോൾസ് ടീച്ചേഴ്സ്. റെക്കഗ്നൈസിങ് ഫോൾസ് ടീച്ചേഴ്സ്. അല്പം കൂടെയും അതിന്റെ ഒരു സബ് ഹെഡിങ് ആയിട്ട് ദ ക്യാരക്ടർ ഓഫ് അപ്പോസ്റ്റേറ്റ്. ഇതെല്ലാം ശരിയാണ് ഞാൻ പറഞ്ഞത്. 5 analogies, recognizing false teachers, the character, the true character of apostate. True character. 5 കാര്യമാണ് to describe the character of these wicked false teachers. Jude draws analogies from the realm of nature: rock, clouds, trees, sea, and the stars, to illustrate the spiritual truth he desired to communicate. 5 analogies നോക്കിയാൽ, 5 analogies: പാറ, മേഘം, മരം, സമുദ്രം, നക്ഷത്രം. 5 കാര്യം. അങ്ങനെ തന്നെയാണെന്ന് വായിച്ചു നോക്കിയേ. അവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിച്ച് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ്, കാറ്റ് കൊണ്ടുപോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. ദാറ്റ് ഇസ് ദ സെക്കൻഡ് വൺ. തേർഡ്, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. തേർഡ്. അടുത്തത് നോക്കിയേ, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ. 4ാമത്തെ സ്വഭാവം. ഫൈനൽ വൺ, സദാകാലത്തേക്ക് അന്ധതമസ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. 5 character of the true character of apostate: rock, cloud, trees, the sea, and the stars. നമുക്ക് അതിന്റെ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എന്താണത് അർത്ഥമാക്കുന്നത് എന്നത് പറഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾ കണ്ടോ, വേഴ്സ് 12, they are the hidden reefs. They are the hidden reefs. എന്താ മറഞ്ഞു കിടക്കുന്ന പാറ? മീനിങ്, hidden reefs speak of the danger of apostasy. കാണത്തില്ല, ഹിഡൻ ആണ്. That hidden reef speaks of the danger of the apostasy. Second one, waterless clouds. വെള്ളമില്ലാത്ത മേഘങ്ങൾ. That refer to the false promises of the false teachers. First one, the danger of apostasy because they are unseen. Second one, false promise of false teachers. That is the waterless clouds means. Third, autumn trees point to the apostate. നമ്മൾ മലയാളത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നോക്കിയേ, അവിടെ എഴുതി വെച്ചേക്കുന്നത് ഓട്ടം ട്രീസ് വിതൗട്ട് ഫ്രൂട്ട്, ഡബ്ലി ഡെഡ്, അപ്രൂട്ടഡ്. ആ ഓട്ടം ട്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താ, ഈ സമ്മർ കഴിഞ്ഞാണ് ഓട്ടം സീസൺ. ഓട്ടം സീസൺ കഴിഞ്ഞ് പിന്നെന്താ, വിന്റർ. ഓട്ടമിന്റെ പ്രത്യേകത എന്നാന്നറിയാമോ? ഫൈനൽ ചാൻസ് ഓഫ് ബെയറിംഗ് ഫ്രൂട്ട്. മനസ്സിലായോ? നമ്മൾ അവസാനത്തെ ഫലം പഴുത്ത് പറിക്കുന്നത് എപ്പോഴാ? സെപ്റ്റംബർ, ഒക്ടോബർ മാസമാണ്. അതെന്താ? അതുവരെയും ഫലം ഇല്ലെങ്കിൽ മനസ്സിലാവുന്നോ? മലയാളത്തിൽ ഇല കൊഴിഞ്ഞും രണ്ടു ചത്തും എഴുതിയേക്കുന്നത്, പക്ഷെ ഇംഗ്ലീഷിൽ ഓട്ടം ട്രീസ് എന്ന് പറഞ്ഞാൽ നോ ഹോപ്പ് അറ്റ് ഓൾ. നോ ഹോപ്പ് അറ്റ് ഓൾ. മീനിങ് അല്പം കൂടെ പറഞ്ഞാൽ, autumn trees point to the apostates' barrenness and lack of anything fruitful to offer. ഒരു പ്രതീക്ഷയില്ല, ഇനിയും ഫലം ഉണ്ടാകുകയില്ല. മനസ്സിലായോ? ഹിഡൻ റീഫ്സ്, ഹിഡൻ റോക്സ് speaks of the danger of apostasy.
Waterless clouds refers to the false promise of false teachers. Autumn trees point to the apostate, barrenness and lack of anything fruitful to offer. Fourth one, wild waves. എന്താ? കൊടിയ കടൽ തിരകൾ. നമ്മളിങ്ങനെ വായിക്കുന്നത് വൈൽഡ് വേവ്സ് ഓഫ് ദ സീ. അതിന്റെ അർത്ഥം ഇതാണ്, ദെയർ വേസ്റ്റഡ് എഫോർട്ട്. ഈ നമ്മളേതെങ്കിലും ബീച്ചിൽ ചെന്നാൽ പ്രഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഈ കടൽ കൊണ്ടുപോയി കരയ്ക്ക് തട്ടിയിട്ട് പോവോ? ഇല്ല. വേസ്റ്റ്, മക്ക് ആൻഡ് മയർ, റൈറ്റ്? അങ്ങനെങ്കിൽ ഈ ഫോൾസ് ടീച്ചേഴ്സിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇത്രേ ഉള്ളൂ. ഈ ചേറും ചെളിയും ഈ പ്ലാസ്റ്റിക്കും കുപ്പും കൂനയല്ലാതെ ഒന്നുമില്ല ഫൈനലി. മനസ്സിലാവുന്നോ? ഫൈനൽ വൺ, എ വാണ്ടറിങ് സ്റ്റാർസ്, meaning pictures their brief and aimless course ending in blackness and darkness. കിട്ടിയോ? ഞാനത് ഈ വാണ്ടറിങ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റാർ ഇല്ല. പിന്നെ എന്താണ് യൂത എഴുതിയേക്കുന്നത്? വാണ്ടറിങ് സ്റ്റാർ ഇല്ല. ഓൾ ദ സ്റ്റാർസ് ആർ ഓൾവേസ് ഇൻ ദ ഓർബിറ്റ്, റൈറ്റ്? ദെൻ വാണ്ടറിങ് സ്റ്റാർസ്. പക്ഷെ നമ്മൾ ഈ ആകാശത്ത് ഈ മിന്നുന്നൊക്കെ കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്നത് ഷൂട്ടിംഗ് സ്റ്റാർസ് എന്നാണ്. അതാണ് റിയൽ ആയിട്ട് മനസ്സിലാകേണ്ടത്. ഇങ്ങനെ മിന്നുന്നു, പോകുന്നു, ഇറ്റേണൽ ഡാർക്ക്നെസ്സിലേക്ക് പോകുന്നു. ഇതുപോലെയാണ് ഫോൾസ് ടീച്ചേഴ്സ്. ഒരു ദിവസം എഴുന്നേക്കുന്നു, ഭയങ്കര പ്രകടനം നടത്തുന്നു, പിന്നെ കാണുന്നില്ല. മനസ്സിലാവുന്നു? 5 ഉദാഹരണം, അനാലജീസ് പ്രകൃതിയിൽ നിന്നെടുത്തിട്ട് ഇങ്ങനെയാണ് അപ്പോസ്റ്റേറ്റ് ആയിട്ടുള്ള പ്രസംഗകരുടെ സ്വഭാവം എന്ന് ജൂഡ് സമർത്ഥിക്കുകയാണ്. മനസ്സിലാവുന്നു? 5 കാര്യം. നമുക്ക് ഇനിയും അധികം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. അതൊക്കെ മനസ്സിലാക്കാൻ ഞാനത് വളരെയധികം കാര്യം പറയാനായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിലും അല്പം ഒന്ന് പറയാം, പെട്ടെന്ന് പറഞ്ഞു പോവാം. ആ വാക്യത്തിലേക്ക് നോക്കിയേ. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എഴുതി വെച്ചേക്കുന്നത് എത്ര ആ യൂദാൾ എടുത്തു നോക്കിയേ. വേഴ്സ് 12. ഇവർ ആര്? ഇവർ, ദീസ് അപ്പോസ്റ്റേറ്റ്, ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറിഞ്ഞു കിടക്കുന്ന പാറകൾ. സ്നേഹസദ്യകളിൽ മറിഞ്ഞു കിടക്കുന്ന പാറകൾ. അവിടെ ഹിഡൻ റീഫ്സ്. അതിന് മറ്റൊരു ഒരർത്ഥം കൂടെ ഉണ്ട്. ഈ സ്നേഹസദ്യയിൽ മറിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാല് ഈ അന്നത്തെ ഏർലി ക്രിസ്ത്യാനിറ്റിയിൽ ലവ് ഫീസ്റ്റ് ഉണ്ടായിരുന്നു. ലവ് ഫീസ്റ്റ്, പോൾലക് ഡിന്നർ ഉണ്ടായിരുന്നു. നിങ്ങൾ ഫസ്റ്റ് കൊരിന്ത്യൻസ് 11 പോള് ഈ ലവ് ഫീസ്റ്റിനായിട്ട് കൂടി വരുമ്പോൾ, തെറ്റായ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവരെ കണ്ടം ചെയ്യുന്നുണ്ട്, ബാൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും വീടുകളില്ലയോ? നിങ്ങൾ ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? ആദ്യം വന്ന് നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് അതിനുശേഷം വരുന്ന ആളുകൾക്ക് അത് കഴിക്കാൻ ഇല്ലാതാക്കുന്നു. അതാണ് ലവ് ഫീസ്റ്റ്. അന്ന് നടന്നൊരു ലവ് ഫീസ്റ്റിന്റെ അതുകൊണ്ടുണ്ടായ ദോഷമാണ് പോള് ഫസ്റ്റ് കൊരിന്ത്യൻസ് 11 I think verse 16 onwards അവിടെ ഈ കാര്യങ്ങള് പോള് പറയുന്നുണ്ട്. അവിടെ ആക്ച്വലി ഇവിടെ ജൂഡ് പറയുന്നത് these false teachers are corrupting the Christian love feast എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലവ് ഫീസ്റ്റ് കൂടുന്നിടത്ത് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അവര് ആ സമയത്താണ് ദൈവസഭകൾ, ഇപ്പം നമുക്കൊരു നല്ല ലവ് ഫീസ്റ്റ് ഉണ്ടെങ്കിൽ ദുഃഖത്തിലായിരിക്കുന്നവർക്കൊക്കെ അതൊരു കംഫർട്ടബിൾ ആണ്, അല്ലേ? ആ സമയത്താണ് നമ്മൾ അവരെ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്, ചില കാര്യങ്ങളിൽ കംഫർട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചർച്ചിന്റെ ഒരു യൂണിറ്റി ആ സമയത്ത് എല്ലാവരുടെയും സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നു. ടോട്ടൽ അതൊരു സമാധാനമാണ്, സന്തോഷമാണ്, അതൊരു അനുഗ്രഹമാണ് ലവ് ഫീസ്റ്റ് എപ്പോഴും ചർച്ചിൽ. പക്ഷേ ദിസ് ഹിഡൻ റീഫ്സ് എന്ന് പറഞ്ഞാൽ ഈ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവർ ഇതിനകത്ത് നുഴഞ്ഞു കയറും. അതാ പറയുന്നത്. നുഴഞ്ഞു കയറിയിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ ഉപദേശം ഇവരുടെ അകത്ത് കയറ്റും, ഇതിനകത്ത് വിള്ളലുണ്ടാക്കും. ദേ ആർ കറപ്റ്റിംഗ് ദ യൂണിറ്റി ഓഫ് ദ ചർച്ച്. നിങ്ങൾക്കറിയാമോ, ചില ഇങ്ങനത്തെയുള്ള പ്രീച്ചേഴ്സിനെയൊക്കെ 2 ദിവസം ചർച്ചയിൽ വിളിച്ചാൽ ആ സഭയുടെ കാര്യത്തിന്റെ പരിഹാരമായിരിക്കും. അവരതിനെ ഒരു എന്താ പറയാ, ഈ ബലഹീന വിശ്വാസികളെ നശിപ്പിച്ചിട്ടേ പോവുള്ളൂ. അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ തെറ്റായി പഠിപ്പിക്കുന്ന, ദൈവാലോചനയാണെന്നും പറഞ്ഞ് പറയുന്ന
ഈ പ്രഭാഷകർ, ഈ വ്യാജന്മാർ എത്ര കുടുംബങ്ങൾ തകർത്തിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര സഭകൾ തകർത്തിട്ടുണ്ടെന്ന് അറിയാമോ? ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകന്മാരോട് ചോദിച്ചു നോക്കണം. അവർക്കൊക്കെ എണ്ണി എണ്ണി പറയാനായിട്ട് കാണും. കാരണം തിരുവെഴുത്ത് അവരെ പറ്റി വായിക്കുകയാണ്. They are the men who are hidden reefs. ആ മറഞ്ഞിരിക്കുന്ന പാറകൾ, ആ മറഞ്ഞിരിക്കുന്ന പാറ എന്നതിന് they are embedded in the love feast. They are at the very point where the Christians are supposed to be celebrating their love. They are reefs. അതിന്റെ മറ്റൊരർത്ഥം, that word used of rocks in the sea closest to the shore, under the water surface, dangers to the ships. Hidden rocks എന്ന് പറഞ്ഞാൽ ഈ കപ്പല് തീരത്തോടടുക്കുമ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ മറഞ്ഞു കിടക്കുന്ന പാറകളിൽ തട്ടി കപ്പൽ ഉടഞ്ഞ് വളരെ അനർത്ഥങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ നിലയിൽ ഈ തെറ്റായി പഠിപ്പിക്കുന്ന ഫോൾസ് പ്രോഫറ്റ്സ് ആൻഡ് ഫോൾസ് ടീച്ചേഴ്സ് ജനത്തെ നാശത്തിലേക്ക് നയിക്കുകയാണ്. ആ വാക്ക് എത്ര മനോഹരമായിട്ടാണ് യൂദ എഴുതിയേക്കുന്നത്. തങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. അടുത്ത രണ്ട് പ്രയോഗം നിങ്ങൾ കണ്ടോ? അവരെ പറ്റി പറഞ്ഞേക്കുന്ന രണ്ട് കാര്യം കൂടെ അതിനോട് ചേർന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. തങ്ങളുടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ തങ്ങളെ തന്നെ തീറ്റുന്നവർ എന്ന് പറഞ്ഞാൽ hidden reefs in your love feast, when they feast with you without fear, caring for themselves. they are caring for themselves. മറ്റൊരു ഡേഞ്ചർ സെന്റൻസ് കണ്ടോ? they have no sense of conviction, they have no conscience, they have no fear of the coming judgment. അവർക്ക് അതിനെപ്പറ്റി പ്രശ്നമില്ല, അവരെ ബാധിക്കുകയില്ല. നമ്മള് പോള് ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 4:2 എൻ്റെ ഓർമ്മ ഒരു വാക്യമുണ്ട്. അവർ മനസാക്ഷിക്ക് ചൂട് പിടിച്ചെന്നൊരു വാക്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? their conscience is seared as with a hot iron, they feel nothing. അവർക്കിതൊന്നും വിഷയമല്ല. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. എങ്ങനെ ദൈവമക്കൾ ഇവരെ തിരിച്ചറിയേണ്ടത്? ഇവരുടെ ക്യാരക്ടർ നോക്കി മനസ്സിലാക്കണം. ഇവരെത്രമാത്രം അപകടകരമാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ബൈബിള് വായിക്കണം, തിരുവെഴുത്തിലേക്ക് വരണം, ആത്മീയരാകണം, വിശുദ്ധരാകണം, സെറ്റപ്പാർട്ട് ആകണം. തിരുവെഴുത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിനും സ്പേസ് ഉണ്ടാകാനായിട്ട് പാടില്ല. മനസ്സിലായോ? വെരി സീരിയസ്. ഇവിടെ ഈ വാസത്തിൽ love feast was a shepherding dinner those times, but these false teachers are crept into the love feast, but they are feasting themselves without any conscience and any fear. They have no feeling at all, they have no problem about the coming judgment, they are no concerned about that. അവരെ നാശത്തിലേക്കാണ് കൂടെ. താഴോട്ട് വായിക്കുന്നൊരു വാക്യമുണ്ട്, ചിലരോട് ഭയത്തോടെ കരുണ കാണിക്കണമെന്നാ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ? ഇവരെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെയും കൂടെ പിടിച്ചോണ്ട് ഇവര് പോകും എന്നാണ് അതിന്റെ അർത്ഥം. കാര്യം ഗൗരവമായിട്ട് മനസ്സിലാക്കാത്തവരാരും ഇവരുടെ കൂടെ എങ്ങും പോയേക്കരുത്. യഹോവാസാക്ഷിയുടെ കൂടെ ഒന്നും ചെന്ന് സംസാരിച്ചിരുന്നേക്കരുത്. പിന്നെ ഞങ്ങൾ അവിടെ വരേണ്ട വരും പിടിച്ചോണ്ട് വരാനായിട്ട്. മനസ്സിലായത്? ഒരു ഉദാഹരണം ഞാൻ അങ്ങ് വന്ന വഴിക്ക് അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. they have no fear of God's judgment. they are just embedded in the church all over the place, sowing their deceptive lies, sowing their allowances for immorality and causing havoc. മനസ്സിലാവുന്നോ? എത്ര സീരിയസ് ആണ് ഇവര് ദൈവസഭയിൽ ചെയ്യുന്ന ദോഷം. എങ്ങനെ വാക്യം? കായീന്റെ വഴി, ബിലയാമിന്റെ വഞ്ചന, കോരഹിന്റെ നാശം. അവരുടെ ക്യാരക്ടർ പറഞ്ഞേക്കുകയാണ്. ഇതാണ് അവരുടെ കമ്പനീസ്, അവരുടെ ക്യാരക്ടർ പറഞ്ഞേക്കുകയാണ്. അവരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. അവര് ഹൈഡ് ചെയ്തിരിക്കും.
എന്നാൽ മറഞ്ഞിരിക്കുന്ന പാറ പോലെയാണ്. അവർക്കൊരു ഭയവും ഇല്ല. അവരുടെ എല്ലാ പർപ്പസും അവരെ തന്നെ ഫീസ്റ്റ് ചെയ്യുക എന്ന് മാത്രമാണ്, മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ നുഴഞ്ഞു വരുമ്പോൾ ദൈവസഭ ജാഗരൂകരായിരിക്കണം. രണ്ടാമത്തേത്, അതുകൂടെ പറയാനേ സമയമുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ക്ലൗഡ്സ് വിത്തൗട്ട് വാട്ടർ. ക്ലൗഡ്സ് വിത്തൗട്ട് വാട്ടർ. എന്താ ക്ലൗഡ്സ് വിത്തൗട്ട് വാട്ടർ? ഇത് എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സഭകളാണ് അന്ന് അവിടെ ഉള്ളതല്ലേ. അന്ന് മിഡിൽ ഈസ്റ്റിലെ ചർച്ച് എന്ന് പറയുമ്പോൾ എന്താ ഒരു പ്രധാന കാര്യം? അവർക്കൊരു ക്ലൗഡ് ആകാശത്ത് കണ്ടാൽ ദേ ആർ എക്സ്പെക്ടിങ് എ റെയിൻ, റൈറ്റ്? പക്ഷേ കാറ്റടിച്ചോടുന്ന മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ വാക്ക് എങ്ങനെയാ നമ്മൾ വായിക്കുന്നത്? 12ാം വാക്യം, ക്ലൗഡ്സ് വിത്തൗട്ട് വാട്ടർ. കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാർമേഘം വരുന്നു, കാറ്റടിച്ച് അതിനെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ there is not a drop of water in that cloud. ഫോൾസ് ടീച്ചേഴ്സിനെ ജൂഡ് വിളിച്ചേക്കുകയാണ് ക്ലൗഡ്സ് വിത്തൗട്ട് വാട്ടർ. എന്താ അർത്ഥം ക്ലൗഡ്സ് വിത്തൗട്ട് വാട്ടർ? ഞാന് അതിന്റെ വിശദീകരണം ആരംഭത്തിൽ പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞായിരുന്നു. വാട്ടർലെസ് ക്ലൗഡ് റെഫേഴ്സ് ടു ദ ഫോൾസ് പ്രോമിസ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ സ്റ്റേജിൽ കിടന്ന് ഭയങ്കര പ്രോമിസ് ആയിരിക്കും പറയുന്നത്. അത് വരുന്നു, ഇത് വരുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ തിരുവെടുത്ത് അവരെ വിളിച്ചേക്കാണ് ക്ലൗഡ്സ് വിത്തൗട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് they have nothing to offer. അവര് പറയുന്ന ഒരു പ്രോമിസും ദൈവത്തിൽ നിന്നുള്ളതല്ല. അതാണ് അതിന്റെ ആ സൗണ്ടും ലൈറ്റും ആ പ്രകടനവും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഇതെന്തോ സംഭവമാണെന്നാണ്. പക്ഷെ തിരുവെടുത്ത് അവരെ വിളിച്ചേക്കുന്ന പേരാണ് കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. അവിടെ കാറ്റിന് ഞാൻ ഇങ്ങനെ ഒരു ആശയം കൊടുക്കാം. ആ വിൻഡ് എന്നുള്ളത് ദാറ്റ് ഈസ് എ സിംബൽ ഓഫ് സൈറ്റാൻ. ആ ക്ലൗഡിനെ മനുഷ്യനെ കളിപ്പിക്കാനായിട്ട് മുന്നിക്കടെ ഒന്ന് കടത്തി മാറ്റുന്നു. ദേ ഹാവ് നത്തിങ് ടു ഓഫർ. നമ്മൾ ഇങ്ങനെയുള്ള എത്രയോ പ്രസംഗങ്ങൾ കേട്ടേക്കുന്നല്ലേ. നമ്മൾ ഓർക്കുന്നത് അതൊക്കെ വലിയ സംഭവമായിട്ടാണ്. നോ, തിരുവെഴുത്തിലില്ലാത്ത ഒരു പ്രോമിസും നമുക്ക് വേണ്ട. നമ്മുടെ വാഗ്ദത്തമോ നിത്യജീവൻ തന്നെ എന്നാണ് ജോൺ തന്റെ ലേഖനത്തിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഈ പ്രോവർബ് 25:14 ഒരു വാക്യമുണ്ട്, സദൃശവാക്യം 25:14. ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത കാറ്റും മേഘവും പോലെ അത്രേ. ദേ പ്രോമിസ് ടു എന്ന് പറഞ്ഞാൽ ദേ ഹാവ് നത്തിങ് ടു ഓഫർ. They give no satisfaction. Their promise of these clouds come along with the promise of rain and never drop any water. മനസ്സിലാവുന്നോ പ്രിയപ്പെട്ടവരെ? അങ്ങനെയാണെങ്കിൽ നമ്മള് ആ കാര്യങ്ങളൊക്കെ എത്ര സീരിയസ് ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. വ്യാജ പ്രവാചകന്മാരെ പറ്റി ദൈവാത്മാവ് പറഞ്ഞേക്കുകയാണ്. They promise to bring you spiritual blessing and spiritual refreshment. They promise, but they can't deliver. അവരൊത്തിരി കാര്യം നമ്മളോട് പറയും. അവര് നമ്മളെ പുതിയ വഴിയിലേക്ക് നയിക്കുകയാണ്. അങ്ങനെയൊക്കെ നമ്മളെ ഒരു ഉന്മാദത്തിലാക്കുന്ന പോലെയൊക്കെ പറഞ്ഞു കളയും. പക്ഷേ തിരുവെടുത്ത് പറയുകയാണ് അവര് ഹായിന്റെ വഴിയിൽ നടക്കുന്നവരാണ്. അവര് ബിലയാമിന്റെ കവച്ചസ്നെസ് ഫോളോ ചെയ്യുന്നവരാണ്. അവര് കോരഹിനെ പോലെ
ദൈവവചനത്തിന് വിധേയപ്പെടാത്ത ആന്റി ലോകിയ, ദേ ആർ അഗെയിൻസ്റ്റ് ദ ഹോളി സ്ക്രിപ്റ്റേഴ്സ്. അവരുടെ ലക്ഷ്യം അവരുടെ പോക്കറ്റാണ്. അവരുടെ ലക്ഷ്യം, അവർക്കൊരു ഭയവും ഇല്ല. സ്റ്റേജിൽ വ്യാജം പറയുന്നതിനോ, ദൈവാത്മാവ് പറയാതെ ആത്മാവ് പറഞ്ഞു എന്ന് പറയുന്നതിനോ ഒരു ഭയവും അവരെ ബാധിക്കുന്നില്ല. ബിക്കോസ് ദേ ആർ അപ്പോസ്റ്റേറ്റ്. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രോമിസിനകത്ത് ആരും വീണു പോകരുത്. വെള്ളമില്ലാത്ത മേഘങ്ങൾ, കാറ്റുകൊണ്ടോടുന്ന മേഘങ്ങൾ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വളരെ ആത്മാർത്ഥതയോടെ, വളരെ സീരിയസ് ആയിട്ട്, ആത്മാർത്ഥമായിട്ട് ഒരു വചനത്തിന്റെ സ്റ്റിവാർഡ് എന്ന നിലയിൽ പറയുകയാണ്, വഞ്ചിക്കപ്പെടരുത്. വഞ്ചിക്കപ്പെടരുത്. ഒരു കാരണവശാലും വഞ്ചിക്കപ്പെടരുത്. റോമൻ കത്തോലിസിസം, they are offering many things. Mormon, they are offering many things. Jehovah's Witnesses, they are offering many things. Even modern Pentecostalism offering many things. തിരുവെടുത്ത് ബൈബിൾ വെച്ച് അതിനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, their promises are just vain words, no drop of water from their promises. അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കണ്ട. മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ കാർമേഘം ഇരുണ്ടുകൂടിയിട്ട് ഒരു തുള്ളി മഴ പോലും പെയ്യാതെ കാറ്റടിച്ച് കാർമേഘത്തെ മാറ്റുമ്പോൾ ഒരു ഫാർമറിന്റെ ഹൃദയത്തിലെ വേദന നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെയെങ്കിൽ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ വേദനയോടെ മടങ്ങി വരണം. ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു വരണം. They can't deliver anything. ഒരു കാര്യം പോലും ഡെലിവർ ചെയ്യാനായിട്ട് പറ്റില്ല. അവരുടെ പ്രോമിസ് എപ്പോഴും ഫോൾസ് പ്രോമിസസ് ആയിരിക്കും. അതുകൊണ്ട് തിരുവെടുത്ത് അവരെ വിളിക്കുകയാണ് ക്ലൗഡ്സ് വിത്തൗട്ട് വാട്ടർ. ക്ലൗഡ്സ് ബ്രിങ്സ് ദ പ്രോമിസ് ഓഫ് റെയിൻ ടു എ തേഴ്സ്റ്റി ലാൻഡ്. പക്ഷേ ഇസ്രയേലിൽ അങ്ങനെ ഒരു തേഴ്സ്റ്റി ലാൻഡ് ആയിരുന്നു, അവർക്കത് കിട്ടിയില്ല. ഇന്നത്തെ ചർച്ചുകൾ മുഴുവൻ ഒരു തേഴ്സ്റ്റി ലാൻഡ് ആണ്. ഫാമിനാണ് എല്ലായിടത്തും. ഫാമിൻ ഇൻ ദ ലാൻഡ്. പക്ഷെ അവർക്ക് തിരുവെടുത്ത് കിട്ടുന്നില്ല. എന്നാൽ അവർക്കത് മനസ്സിലാകുന്നില്ല. ഫോൾസ് പ്രോമിസസിൽ അവർ വഞ്ചിക്കപ്പെട്ട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസഭ സീരിയസ് ആകണം, പ്രാർത്ഥിക്കണം. ദൈവവചനത്തിലേക്ക് സഭകൾ മടങ്ങി വരാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ അടുത്ത വാക്കിലേക്ക് പോകാനായിട്ട് എന്റെ മുന്നിൽ സമയമില്ല. അവരെ പറ്റി അടുത്ത വാക്ക് പറയുന്നത്, ഓട്ടം ട്രീസ് വിത്തൗട്ട് ഫ്രൂട്ട്, ദേ ഹാവ് നോ ഹോപ്പ്. കർത്താവ് പറയുന്നൊരു ഉപമയുണ്ടല്ലോ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ. അങ്ങനെയൊക്കെ നിർത്തിയേക്കുന്നതാണ് പലതും. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ ആ കാര്യങ്ങൾ പറയാം. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമം എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ.